അറിയേണ്ട ഒരു സത്യമുണ്ട്. ആത്മീയ മുന്നേറ്റത്തെ തടയുന്ന തടസ്സങ്ങളെല്ലാം നമ്മിൽ തന്നെയാണെന്നുള്ളതാണ്. നമ്മിലെ തടസ്സങ്ങളെ നാം തന്നെ നീക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ ഗോളത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ഇന്നിവിടെ ഒരു ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നു. സൗജന്യ സ്പിരിച്വൽ ഡിസീസ് ക്യാമ്പ്. അതിനായി ഡോക്ടർ കുട്ടപ്പായി അട്ടപ്പാടിയിൽ നിന്ന് വരുന്നതാണ്. സ്ഥലം നിയർ ടു ജിമ്മീസ് ടീ ഷോപ്പ്. ഇതൊക്കെ ഒരു പുതിയ ബോർഡ് നമ്മുടെ കടയുടെ അടുത്ത്. സൗജന്യ സ്പിരിച്വൽ ഡിസീസ് ക്യാമ്പ്. കൊള്ളാമല്ലോ, ഇന്നത്തെ കച്ചവടം കുശാലേ. ഇതാണ് ബ്രോക്കർ. ആരെയും കാണുന്നില്ലല്ലോ. ഒരാൾക്കും ഒരു രോഗവുമില്ലേ? കൊള്ളാമല്ല. ആകെ വീടാണ്. ഇരിക്കാം. പൊളിയാന്റെ രാവിലെ എങ്ങോട്ടാ? മനസ്സിലായി. പ്രീമിയം ഓഫർ എന്ന് കേൾക്കുമ്പോ അബ്ബാസിയക്കാർ എന്ത് വിഷമാണല്ലോ ഓടിക്കോളും. ഒന്നുകൂടെ ഒരു നല്ല കുഞ്ഞു വന്നേക്കും. ഇരിക്കും. എന്താ പേര്? എന്താ പ്രശ്നം? അതിലോ എത്ര ശ്രമിച്ചാലും സമയത്തിന് സഭയോഗത്തിൽ കാരണം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം, ഒരുങ്ങാൻ നേരത്തെ ഏത് രസ്റ്റോടെല്ലാം കൺഫ്യൂഷൻ. തിരിഞ്ഞിട്ടെല്ലാം കഴിയുമ്പോ കുറെ സമയം തീരും. പിന്നെ രണ്ടാം നേരത്തായിരിക്കും നമ്മുടെ ആ സ്റ്റീലില്ലേ ചന്ദ്രമല, അതെന്താണ് വേണ്ടി നോക്കാൻ വേണ്ടിയത് എല്ലാം. പക്ഷെ സത്യത്തിലെടുത്തത് എന്താണ് അവന്റെ ഒരു ടെൻഷൻ. അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴായിരിക്കും പ്രയാസമായിരിക്കും പാസ്റ്ററുടെ പറച്ചിലും. എല്ലാവർക്കും ഡ്യൂട്ടിക്ക് സ്കൂളിന് സമയത്ത് എത്താൻ പറ്റും, പ്രയാണം മാത്രം എത്താൻ പറ്റില്ല. അത് എന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ നന്നായിട്ട് അറിയാം. അത് മോളിയാന്റി ആന്റിയുടെ ഈ രോഗം ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നതാണ്. ഈ ലോകവും അതിന്റെ മോഹം നമ്മളെ ഇന്ന് ഒഴിഞ്ഞു പോകണം. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിത്യതയ്ക്കായി ഓടുവാൻ വാഞ്ചിക്കുക. മോളിയാന്റെ ഒരു ജീവിയില്ലേ, അതിന്റെ കേബിൾ കണക്ഷൻ ഒന്ന് കട്ട് ചെയ്തതാണ്. എന്താ അത് മാത്രം പറയുന്ന കേൾക്കത്തില്ല. മോളെ എന്റെ ആന്റിയുടെ ടിവിയുടെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തു ഇതിൽ കാണുന്ന സമയത്ത് വചനം വായിക്കുകയും പ്രാർത്ഥനയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാവും. സമയത്തിന് സഭായോഗത്തിന് പോകാനും പറ്റും. അപ്പോൾ മോളെ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യുക. ഓക്കെ? പോയത്ര ഉഷാറ് കാണുന്നില്ലല്ലോ. എനിക്ക് വേണ്ട സ്ഥലം തന്നെ ഇത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത് പോടാ മോനെ, എനിക്കൊന്നും പണിയില്ലടാ. ആ ഇതെന്റെ ഒരു വലിയ പണിയല്ലേ. വരണം ഇരിക്കും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താ പേര്? ഡോക്ടർ ഈ പ്രേരണക്കിടയ്ക്ക് ഭയങ്കര ഓർക്കും, കൂടുതലും പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ? ഇതൊരു വലിയ രോഗം തന്നെയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കും കൂടെ ഇരിക്കുന്നവർക്കും കൂടെ ഈ രോഗം പകരും. ആദ്യം നമ്മൾ സ്ഥലകാല ബോധമുള്ളവരായിരിക്കും. ദൈവസന്നിധിയില്ല ഇരിക്കുന്ന എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ദൈവസന്നിധിയിൽ നമ്മൾ ഭയത്തോടും വിരലോടും കൂടെ വേണം ഇരിക്കാൻ. ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരിക്കൽ ആമേൻ ആമേൻ എന്ന് പറയുകയും വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരൊക്കെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുക. അപ്പോൾ അവറാച്ചനും അടുത്തിരിക്കുന്ന ചാക്കോച്ചനും ഈ രോഗം പകരത്തില്ല. നിങ്ങളെക്കാളും ബുദ്ധിമുട്ട് പ്രസംഗിക്കുന്ന പാസ്റ്ററായിരിക്കും. വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ കസനമായി താഴെ വീഴുന്ന പേടിച്ച ആ പാസ്റ്ററാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുക. ഓക്കെ? താങ്ക് യു ഡോക്ടർ. എടാ ജിമ്മിച്ച, എനിക്ക് പറ്റിയ സ്ഥലം അതാണ്.
ഇപ്പൊ നോക്കണേ. ഒന്ന് പോടാ. എന്നെ നോക്കി നടക്ക. തട്ടി പറഞ്ഞ് വീണുള്ള സ്റ്റേറ്റ് കൂടെ കളെ. ഇത് പോടാ. വരണം, എനിക്ക് എന്താ പേര്? ഡോക്ടർ കറിയാച്ച. എന്താ പ്രശ്നം? നിങ്ങളിപ്പോ മൊബൈലിൽ പോക്കറ്റ് വെച്ചിട്ട് സംസാരിക്കും. ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. മൊബൈലിൽ പോക്കറ്റ് വെച്ചിട്ട് സംസാരിക്കും സഹോദരൻ. ഡോക്ടറെ, ഈ മൊബൈലിൽ തന്നെയാ പ്രശ്നം. ഇപ്പഴും മൊബൈൽ മാറ്റി വെക്കാൻ പറ്റത്തില്ല. ബൈബിളും പാട്ടല്ലേ ഇതിനകത്ത് കൊണ്ടിട്ടോ. ഈ പ്രേയർ വരുമ്പോ ഈ പാസ്റ്റർ റെഫറൻസ് പറയും. നമ്മുടെ ഏറന്മാരുടെ വാട്സപ്പ് മെസ്സേജ് വരുന്നത് അതെന്താന്ന് നോക്കാം. വാട്സപ്പ് നോക്കും. അപ്പോഴായിരിക്കും അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ലൈക്ക് അടിക്കുന്നത്. അതെന്താന്ന് നോക്കാം. ഫേസ്ബുക്ക് നോക്കും. എപ്പോഴായിരിക്കും സമയം പോകും. ബാക്കി ഒടിക്കില്ല. പ്രേയർ ചെയ്യും. അറിയാച്ച പുറപ്പാട് 3:5 ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ എന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. ഞാൻ ചെരുപ്പ് ലൗകികതയാണ് സൂചിപ്പിക്കുന്നത്. അവർ ക്രിയാച്ചൻ ഇന്ന് മുതൽ മൊബൈലുമായി ബൈബിളുമായി ചർച്ചയിൽ പോകുക. മൊബൈൽ ഓഫ് സൈലന്റിൽ വെക്കുക. അതുപോലെ മൊബൈൽ എന്ന ചർച്ചയിൽ കൊണ്ടുപോകാതിരിക്കുക. ഇന്നത്തെ ഈ ന്യൂ ടെക്നോളജി മൂലം ഭൂരിഭാഗം ജനങ്ങളും ഗുണത്തേക്കാൾ ദോഷകരമായ കാര്യങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കുക. ഇതിനൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് നമ്മൾ ബോധ്യം നമുക്ക് വേണം. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, മാതാപിതാക്കളുടെ കുഴപ്പമാണ്. സ്കൂളിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എക്സ്ട്രാ ട്യൂഷന് വിടുകയും ചെയ്യും. പക്ഷേ വചനം വായിപ്പിക്കുവാനോ പ്രാർത്ഥിപ്പിക്കാനോ പഠിപ്പിക്കുവാനോ ഒന്നും സമയമില്ല. സദൃശവാക്യം 21:6 ഇങ്ങനെ പറയാം. ബാലൻ കലകളുടെ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറിയില്ല. അതിനാൽ നമ്മുടെ പേരൻസ് ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഓക്കെ ഓക്കെ ഡോക്ടർ. ഇങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ കളിയാക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. സദൃശവാക്യം 21:73 ഇങ്ങനെ പറയുന്നു. വായിൽ നാം സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ നഷ്ടതയിൽ നിന്ന് സൂക്ഷിക്കുന്നു. സ്വന്തം കണ്ണിൽ പോയിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നീക്കാൻ ശ്രമിക്കരുത്. അയൽ ശോധനയ്ക്ക് പകരം സ്വയം ശോധന ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച്